ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടലക്കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ കടലക്കറി റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഓവർനൈറ്റ് നമ്മളിതൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി കുതിർത്തി വെച്ചിരിക്കുന്ന കടല നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു കുക്കറിലോട്ട് അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ കടലയെല്ലാം നമ്മൾ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള സവാള, ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കടല വെന്ത് വരുന്ന സമയം കൊണ്ട് ഇനി ഇതിന് വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കാം. എരിക്ക് ആവശ്യത്തിന് വേണ്ടി ഞാൻ കാന്താരിമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 4 കാന്താരിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കടലയും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തൊന്ന് താളിച്ചെടുക്കാം. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് നമുക്കൊരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതൊരു നല്ല ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് കൈയിളക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. കടല ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പാണ്. അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജാറിൽ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കതും ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് തിളച്ച് വരണം. കുറച്ച് സമയം നമുക്ക് അടച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി നമ്മുടെ കറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കടലക്കറി റെസിപ്പിയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ.
ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.